നമസ്കാരം. തൃശൂർ, തിരുവനന്തപുരം എന്നീ ലോക്സഭാ മണ്ഡലങ്ങൾ ബി.ജെ.പിക്കും മറ്റ് മണ്ഡലങ്ങൾ എൽ.ഡി.എഫിനും എന്നുള്ള ഒരു വിചിത്രമായ പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും തൃശൂരിലെ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ. CPM-ഉമായുള്ള അന്തർധാര ബി.ജെ.പിക്ക് ഉണ്ട് എന്നും തൃശൂർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി എത്തിയത് ഡീൽ ഉറപ്പിക്കാനാണ് എന്നുകൂടി കെ മുരളീധരൻ പറയുന്നുണ്ട്. 18 സീറ്റിൽ എൽ.ഡി.എഫിനെയും 2 സീറ്റിൽ ബി.ജെ.പിയെയും ജയിപ്പിക്കാൻ തന്നെയാണ് ധാരണയുണ്ടായിരിക്കുന്നത്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് ഗുണം എന്ന പോലെ കേസും ഒഴിവാക്കാം, കോൺഗ്രസിനെ അടിക്കുകയും ചെയ്യാം എന്നുകൂടി ഇദ്ദേഹം പറയുന്നു. ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ അന്തർധാര എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ LDFിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ പ്രചരണത്തിന് എത്താത്തതിന്റെ കാരണം കൂടി ഇതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിണറായി അറിഞ്ഞുകൊണ്ടാണ് എല്ലാ അന്തർധാരയും എന്ന് മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ EP ജയരാജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങളാണ് സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രൻ EP ജയരാജന്റെ പേര് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ആ ആരോപണത്തെ തള്ളുകയോ ഒന്നും ജയരാജൻ ചെയ്തിട്ടില്ല, മറിച്ച് അത് സംഭവിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം പ്രകാശ് ജാവദേക്കർ തന്റെ വീട്ടിൽ ചായ കുടിക്കാനാണ് വന്നത് എന്ന തരത്തിലൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണം നൽകുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നിലവിൽ UDF ആരോപിക്കുന്നത് BJPയും CPM-ഉം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു അന്തർധാരയുണ്ട്, ഒരു ഡീലുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഫലങ്ങൾ വന്നു കഴിയുമ്പോൾ മാത്രമേ ഡീൽ ഉണ്ടായിരുന്നോ അതല്ല ജനങ്ങളാണോ ഓരോരുത്തരെയും വിജയിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഓരോ നേതാക്കളും പുതിയ പ്രസ്താവനകളുമായി ഓരോ മണിക്കൂറിലും കളം നിറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.